അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതുക സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഫോർ റിഡംഷൻ. ഡിബഞ്ചർ റിഡീം ചെയ്യാനായിട്ട് പല സോഴ്സ്, അതായത് ഫണ്ട് പല സോഴ്സിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഓക്കെ, പല മാർഗം ഉപയോഗിച്ചിട്ടാണ് ഫണ്ട് കണ്ടെത്തുന്നത്. അപ്പോൾ അതിൽ ചില മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റിഡീം ചെയ്യുന്നതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഹെഡിങ് എഴുതി വെക്കുക. ഡിബഞ്ചറിൻ്റെ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൽ ഡിബഞ്ചർ എങ്ങനെയൊക്കെ റിഡീം ചെയ്യാന്നുള്ള രീതിയാണ്. ഡിബഞ്ചർ നമുക്ക് എങ്ങനെയൊക്കെ റിഡീം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സോഴ്സസ് ഓഫ് ഫണ്ട്സിലാണ് മെയിനായിട്ടും ഈ രണ്ട് പോയിന്റുകൾ വരുന്നത്. ഒന്നുകിൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് കൊടുക്കാം, പ്രോഫിറ്റ് എന്ന് കാശ് എടുത്ത് വെച്ചിട്ട് റിഡംഷൻ ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് ചെയ്യാം. ഇത് രണ്ടും ആണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ബൈ ലംസം. ലംസം മീൻസ് മൊത്തമായിട്ട്, അതായത് നമ്മളൊരു 10 കൊല്ലത്തേക്കാണ് ഡിബഞ്ചർ വാങ്ങി വെച്ചിരിക്കുന്നതെങ്കിൽ 10 കൊല്ലത്തേക്ക് ആദ്യം ഈ മെത്തേഡ് ആണെങ്കിൽ പ്രോഫിറ്റ് നമ്മളെ വരുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, 10 കൊല്ലത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് ലംസമായിട്ട് അങ്ങ് കൊടുത്തു തീർക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റലിൽ നിന്ന് വലിച്ചിട്ട് എന്ത് ചെയ്യുക, റിഡീം ചെയ്യുക. അപ്പോൾ ഈ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് വലിച്ചിട്ട് എന്ത് ചെയ്യുക, റിഡീം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് റിഡംഷൻ ഇൻ ലംസം ആണ്, മൊത്തമായിട്ട് റിഡീം ചെയ്യുക. ഓക്കെ, മൊത്തമായിട്ട് റിഡീം ചെയ്യുന്ന നേരത്ത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഇന്ന് 2 തരത്തിൽ റിഡീം ചെയ്യാം. ഇഫ് പ്രോഫിറ്റ്സ് ആർ നോട്ട് സെപ്പറേറ്റ്ലി ഇയർ മാർക്ക്ഡ്, സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക. ഇയർ മാർക്ക്ഡ് മീൻസ് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു റിഡംഷൻ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തയ്യാറാക്കി അതിലേക്ക് കുറച്ച് നമ്മൾ തന്നെ ഒരു അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റി വെക്കുക. അവസാനം അതിൽ നിന്ന് പൈസ പിൻവലിച്ചിട്ട് ഡിബഞ്ചറിൻ്റെ കാശ് കൊടുത്തിട്ട് ഡിബഞ്ചർ തിരിച്ചു വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ഒരു തുക മാറ്റി വെക്കുക, അങ്ങോട്ടേക്ക് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. കാലാവധി എത്തുമ്പം ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് നിന്ന് കാശ് പിൻവലിച്ചിട്ട് എന്ത് ചെയ്യുക, റിസർവാണ്, ഓക്കെ, മാറ്റി വെക്കുന്ന തുകയാണ്. അത് മാറ്റി വെച്ച തുക എടുത്തിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കാശ് കൊടുക്കുക. എന്നിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കുന്ന ഡിബഞ്ചേഴ്സ് തിരിച്ചു വാങ്ങാം. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടൊന്നും മാറ്റി വെക്കുന്നില്ല, നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ തന്നെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുന്നതാണ്. ഇത് മാറ്റി വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ മാറ്റി വെക്കും. പ്രോഫിറ്റ്സ് ആർ ഇയർ മാർക്ക്ഡ്. ഒന്നുകിൽ ഒരു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആകുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് വെക്കുന്നത്, ഈ തുക നിക്ഷേപിക്കുന്നത്. കമ്പനിയുടെ ഉള്ളിൽ തന്നെയാണ് തുക നിക്ഷേപിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ, ഇയർ മാർക്ക്ഡ് വിത്ത് ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതൊരു കമ്പനി ആണെങ്കിൽ കമ്പനി മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, ഒരു ബാങ്ക് ആവാം, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്കാവാം, ഒന്നുകിൽ മറ്റൊരു കമ്പനി ആവാം, അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിലേക്കാവാം, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്കാവാം. ഇതിലേക്ക് കമ്പനി എന്ത് ചെയ്യും, കാശ് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കും. കാലാവധി എത്തുമ്പോൾ ഇത് പലിശ ചേർത്ത് ആ കാശ് തിരിച്ചു കിട്ടും. ആ കാശ് ആർക്ക് കൊടുക്കും, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ത് തരും, ഡിബഞ്ചേഴ്സ് തിരിച്ചു തരും. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്, നമ്മൾ മെയിനായിട്ട് അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ്റെ മറ്റ് മെത്തേഡ്സ് ആണ്. ഇത് ലംസമായിട്ട്, മൊത്തമായിട്ട്, അതായത് എല്ലാ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും മൊത്തമായിട്ട് തീർക്കുന്നതിൻ്റെ പേരാണ് ഇത് ലംസമായിട്ട് തീർക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കടം വന്ന് ഒരു 3-4 പേരുടെ അടുത്ത് കടം വാങ്ങിയിട്ടുണ്ടെന്ന് വെക്കുക, അത് മൊത്തമായിട്ട് നമ്മൾ അങ്ങ് തീർക്കാം. ആ 4 പേരതും ഒറ്റയടിക്ക് തീർക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകിൽ ഈ 2 നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ ശേഖരിച്ച് വെച്ച തുക എടുത്ത് മാറ്റി വെച്ചിട്ട് അത് തീർക്കുക. ഇനി അത് പറ്റിയിട്ടില്ല, അതിനെ കൊണ്ട് ഒക്കുന്നില്ല എങ്കിൽ നമ്മൾ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുക. ഒന്നുകിൽ ഇൻഷുറൻസ് ആവാം, അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം. അതൊക്കെ നമ്മൾ വിശദമായി പഠിക്കും. ഓക്കെ, അതായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് മൊത്തമായിട്ട് എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എടുത്തിട്ട് നമ്മൾ അങ്ങ് മാറ്റുക, ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് മാറ്റുക. ഇത് റിഡംഷൻ ബൈ ഡ്രോയിങ് ലോട്ട്സ് ആണ്. ഡ്രോയിങ് ലോട്ട്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു 3-4 കടക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ പേര്, ഓരോ ഘട്ടം വരുമ്പോൾ ഓരോരുത്തരുടെ കുറി കൂടുന്ന മാതിരി ഓരോരുത്തരുടെ പേരിട്ട് നമ്മൾ ഈ ലോട്ട് എടുക്കുക.
ലോട്ട് എടുത്തിട്ട് ആർക്കാണ് നറുക്ക് വീഴുന്നത് അയാളുടെ ആദ്യം വീട്ടുക, പിന്നെ അടുത്തത് ആർക്കാണ് നറുക്ക് വീണത് അടുത്തത് അയാളുടെ വീട്ടുക. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് ഡ്രോയിങ് ലോട്ട്സ് എടുത്തിട്ട് ഡിബഞ്ചർ വീട്ടുക. നമ്മൾ കുറി ചിട്ടി എന്നൊക്കെ പറഞ്ഞ മാതിരില്ല, കുറി കൂടുന്ന മാതിരി. അടുത്തത് എന്താണ്? റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. അതായത് നമ്മൾ ഡിബഞ്ചർ തന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വീണ്ടും അത് തിരിച്ച് പർച്ചേസ് ചെയ്യും. അടുത്തത് എന്താണ്? ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്യുക, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതും എന്താണ്? റിഡംഷനാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇതാണ്. അപ്പോൾ ഇത് തിയറിയാണ്, ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് പ്രോബ്ലമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ഓക്കെ, പ്രോഫിറ്റ്സ് നോട്ട് സെപ്പറേറ്റ്ലി ഇയർമാർക്ക്ഡ്, അതിൽ പെടുന്നതാണ് എന്ത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇറ്റ് ഈസ് എ റിസർവ്, അതായത് കമ്പനിയിനുള്ളിൽ തന്നെ വെക്കുന്ന റിസർവ് ആണത്. ഓക്കെ, ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, കമ്പനിയിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന തുകയാണെന്ത്? ഈ സാധനം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഫോർ ദി പർപ്പസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് പെർ റൂൾ 18 സബ്സെക്ഷൻ 7. റൂൾ 18 സബ്സെക്ഷൻ 7 ഓഫ് ദി കമ്പനീസ് ആക്ട് 2018. കമ്പനീസ് ആക്ട് 2013 പ്രകാരം a company is required to transfer adequate amount out of profit every year to debenture redemption reserve until such debentures are redeemed. കമ്പനി എന്ത് ചെയ്യണം? അപ്പോൾ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളൊന്നും ഇല്ലെങ്കിൽ കമ്പനി ഹാസ് ടു ട്രാൻസ്ഫർ adequate amounts out of profits every year to debenture redemption reserve until such debentures, അതായത് ആ ഡിബഞ്ചേഴ്സ് ഒക്കെ റിഡീം ചെയ്യുന്നത് വരെ എന്താണ്? പ്രോഫിറ്റിൽ നിന്ന് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. അതൊരു പ്രയോറിറ്റിയാണ്, കാര്യം കടക്കാരത് ആദ്യം വീട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് മെല്ലെ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കണം. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ ഡീറ്റെയിൽഡ് തിയറി ഞാൻ നിങ്ങൾക്ക് വേറെ തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലേക്ക് മെല്ലെ കിടക്കാം. ഫോർ ക്രിയേഷൻ ഓഫ് ആദ്യം തന്നെ നമ്മൾ എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അസ്തനെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. അതായത് കമ്പനി പ്രോഫിറ്റ് ചില പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കലുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിൻ്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ ഒക്കെ നമ്മൾ എന്താണ്? ഈ ഒരു അക്കൗണ്ട് തയ്യാറാക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രം എഴുതിയാൽ പോരാ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതണം. അത് നിങ്ങൾ ബൈ ഹാർട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം അത് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. രണ്ടാമത്തത് ഫോർ ദി പേർപ്പസ് ഓഫ് പർച്ചേസ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ വരുന്നതാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് സെയിൽ ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രി ആണിത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ്സ് അക്കൗണ്ട്. നാലാമത്തത് ഫോർ എമൗണ്ട് ഡ്യൂ ഓൺ ഡിബഞ്ചേഴ്സ്, അതായത് ഡിബഞ്ചേഴ്സിന് പിന്നെ ഡ്യൂ ആവുന്നത്, ഇത് ഡിബഞ്ചേഴ്സിന് എന്താണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അവസാനം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്, അത് പിന്നെ ജനറൽ റിസർവിലേക്ക് എന്താണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ ജേർണൽ എൻട്രീസ് രണ്ടും എഴുതി വെക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇത് ആദ്യം ഇത് രണ്ടും എഴുതുക, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും എഴുതി വെക്കുക. ഓക്കെ, ഇത് രണ്ടും എഴുതി വെക്കുക. അതിനുശേഷം ഈ ജേർണൽ എൻട്രീസും എഴുതി വെക്കുക. ഇനി നമുക്ക് മെല്ലെ ഇതിൻ്റെ കണക്കിലേക്ക് കിടക്കാം. കണക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ പരിചിതമാവുക. ഓക്കെ, കമ്പനീൻ്റെ പേര് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ആൽഫ ലിമിറ്റഡ് ഹാസ് ഔട്ട്സ്റ്റാൻഡിംഗ് 10,000 15% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ഇഷ്യൂഡ് ഓൺ 1 October 2012. അതായത് ആൽഫ ലിമിറ്റഡിൻ്റെ അടുത്ത് 10,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 15%. ഓക്കെ, ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപയാണ്. ഓക്കെ, ഇഷ്യൂഡ് ഓൺ 1 October, അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 1 October ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഡ്യൂ ഫോർ റിഡംഷൻ ഓൺ 31 March 2017. 2012 ഇഷ്യൂ ചെയ്തത് 2017 ആകുമ്പോൾ, അതായത് 5 കൊല്ലം കഴിയുമ്പോൾ എന്താണ് അത് അറ്റ് പാർ വാല്യൂവിന് തന്നെ റിഡീം ചെയ്യണം. പാസ് ജേർണൽ എൻട്രീസ് ഫോർ റിഡംഷൻ ഫോർ പ്രൊവൈഡിങ് ഫോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് റിഡംഷന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ എന്താണ് ഡിബഞ്ചറിന് ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണ്? 15% ഇൻട്രസ്റ്റ് നമ്മൾ വീട്ടും.
അപ്പോൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇതിൻ്റെ ജേണൽ എൻട്രീസ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ജേണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ എൻട്രീസും കൂടി നമ്മൾ എന്താണ് തയ്യാറാക്കണം. ഡിബഞ്ചർ റിഡംഷൻ റിസർവിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവിനെ കുറിച്ച് തയ്യാറാക്കാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. ഓക്കെ, അത് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ റൂൾ 18 സബ്സെക്ഷൻ 7 പ്രകാരമാണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് തയ്യാറാക്കുന്നത്. എവിടെ നിന്നാണ് നമ്മളത് എടുക്കുന്നത്? അത് പ്രോഫിറ്റ് ഫ്രം എവറി ഇയർ, അതായത് എല്ലാ വർഷവും വരുന്ന പ്രോഫിറ്റിൽ നിന്നാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് നമ്മൾ മാറ്റി വെക്കുന്നത്. എന്തിനാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മാറ്റി വെക്കുന്നത്? ശ്രദ്ധിക്കുക, ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ കമ്പനിയിലേക്ക് എന്തിടും? ക്യാഷ് ഇടും. ഓക്കെ, അതിന് പകരമായിട്ട് കമ്പനി ഇവർക്ക് എന്ത് കൊടുക്കും? കമ്പനി ഇവർക്ക് ഡിബഞ്ചേഴ്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിബഞ്ചേഴ്സിന് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും, ഒരു കാലാവധി ഉണ്ടാവും. അപ്പോൾ ആ കാലാവധിക്ക് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ആര് കൊടുക്കണം? കമ്പനി ഈ തന്നിരിക്കുന്ന ക്യാഷ് തിരിച്ചു കൊടുത്തിട്ട് ഈ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യണം? തിരിച്ചു വാങ്ങുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? ക്യാഷിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൊടുക്കണം ഡിബഞ്ചറിൻ്റെ. അപ്പോൾ കമ്പനി ഇത് വാങ്ങി വെച്ചിട്ട് ഈ മെച്യൂരിറ്റി പീരീഡ് വരുമ്പോൾ കമ്പനീൻ്റെ അടുത്ത് ഫണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഈ പറയുന്ന ഈ ഡിബഞ്ചർ. അപ്പോൾ കമ്പനി കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു തുക എങ്ങോട്ട് മാറ്റുക? ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞൊരു ഫണ്ടിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പോൾ നമുക്ക് റിഡംഷൻ നേരത്തെ എന്താണ് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഇവരുടെ ഈ ബാധ്യത തീർത്തുകൊണ്ട് നമുക്ക് ഡിബഞ്ചേഴ്സ് തിരിച്ചു വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? DRR മസ്റ്റ് ബി ക്രിയേറ്റഡ് ബിഫോർ ദ റിഡംഷൻ സ്റ്റാർട്ട്. അതായത് റിഡംഷന് തൊട്ട് മുമ്പായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കണം. DRR അക്കൗണ്ട് മസ്റ്റ് ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദി വാല്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂഡ്. അതായത് ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ഡിബഞ്ചറിൻ്റെ 25% എങ്കിലും DRRൽ വേണം. അതായത് റിഡംഷന് മുൻപായിട്ട് ഈ ഡിബഞ്ചറിൻ്റെ 25% എങ്കിലും കമ്പനി ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 25%. അതിന് വേണമെങ്കിൽ കൂടുതലും മാറ്റാം. ഓക്കെ, 25% of the value of debenture issued at the time of redemption of such debentures as per Government Circular 4/2013 dated 11th February 2013 issued by the Ministry of Company Affairs. For example, കമ്പനി ഇഷ്യൂഡ് ഡിബഞ്ചർ ഓഫ് 3 crore. അതായത് ഇപ്പോൾ ഇവിടെ 3 കോടിയാണ് കാശ് വാങ്ങിയിരിക്കുന്നത്, 3 crore ആണ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ എന്താണ്? 3 crore ആണെന്ന് വെക്കുക. ഇഫ് കമ്പനി ഹാസ് ഇഷ്യൂഡ് ഡിബഞ്ചർ ഓഫ് 3 crore വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് ഇറ്റ് ഷുഡ് ബി റിഡീംഡ് അറ്റ് ദി എൻഡ് ഓഫ് 3rd year. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 year ആണ്, 3 വർഷം. ഇൻ സച്ച് എ കേസ് ബിഫോർ ദ റിഡംഷൻ ബിഗിൻസ് ഇൻ ദ 3rd year, ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മസ്റ്റ് ഹാവ് എ ബാലൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു 75 lakh. അതായത് 3 കോടിൻ്റെ 25% 75 ലക്ഷമെങ്കിലും ഈ ഇതിൽ വരണം. 75 ലക്ഷമെങ്കിലും എന്താണ് ഈ ഒരു അക്കൗണ്ട് കിടക്കണം. എന്ത്? മൂന്നാമത്തെ വർഷം ആകുമ്പോഴേക്കെങ്കിലും ഈ ഒരു ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് കമ്പനി പ്രോഫിറ്റിൽ നിന്ന് 75 ലക്ഷമെങ്കിലും സമാഹരിച്ച് വെച്ചിരിക്കണം. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് DRR is required to be created only in case of നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഈ ഡിബഞ്ചർ ഒരു നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചർ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇതൊരു പാർട്ട്ലി കൺവേർട്ടിബിൾ ഡിബഞ്ചർ. പാർട്ട്ലി കൺവേർട്ടിബിൾ ആണ്. ആ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഈ പാർട്ട്ലി കൺവേർട്ടിബിളിൻ്റെ നോൺ കൺവേർട്ടിബിൾ പോർഷൻ മാത്രമേ എന്ത് വെച്ചാൽ മതി, അതിന് മാത്രം എന്ത് വെച്ചാൽ മതി, ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അപ്പിയേഴ്സ് അണ്ടർ ദി ഹെഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ അണ്ടറിലാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് വരുന്നത്. ആൻഡ് സബ് ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ റിസർവ് ആൻഡ് സർപ്ലസ്
ലയബിലിറ്റി സൈഡിൽ വരുന്ന റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അണ്ടറിലാണ് എന്ത് വരിക, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് വരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇസ് നോട്ട് മാൻഡറ്ററി ഫോർ ദീസ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് ഫുള്ളി കൺവേർട്ടിബിൾ ഡിബഞ്ചറിന് ഫോർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റഡ് ബൈ RBI. അപ്പോൾ ഇങ്ങനത്തെ ഡിബഞ്ചറുകൾക്ക്, പിന്നെ ഡിബഞ്ചർ ഇഷ്യൂഡ് ബൈ ബാങ്കിങ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന്, പിന്നെ എന്താണ് NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, രജിസ്റ്റേർഡ് ആയ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, അതായത് RBI അണ്ടറിൽ രജിസ്റ്റേർഡ് ആയ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിന് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസിൽ കൊടുക്കുന്ന ഡിബഞ്ചേഴ്സിനൊന്നും DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡിബഞ്ചർ വിത്ത് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 18 months ഓർ ലൈക്ക്, അതായത് 1.5 വർഷത്തിന് താഴെ മെച്യൂരിറ്റി പീരീഡ് വരുന്ന ഡിബഞ്ചേഴ്സിനും എന്താണ് DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ്, അതായത് കമ്പനീസ് റോഡ് റെയിൽവേ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനീസ് ആണെങ്കിൽ അവരുടെ ഡിബഞ്ചേഴ്സിന് DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിന്റ് ആണ് മിനിമം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ്. അത് റൂൾ 18 സബ്സെക്ഷൻ 7 സബ്സെക്ഷൻ സിയിൽ പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വെക്കണം. അതായത് ഡിബഞ്ചറിന് ഇത് മാറ്റിവെച്ച DRR മാറ്റിവെച്ചാൽ മാത്രം പോരാ, എന്ത് വേണം, അത് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റും കൂടി ചെയ്യണം. അതായത് ഒരു ഫോറിൻ, അതായത് ഒരു തേർഡ് പാർട്ടി അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മളത് ഇൻവെസ്റ്റ് കൂടി ചെയ്യണം എന്നാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കുക, എവറി കമ്പനി റിക്വയർ ടു ക്രിയേറ്റ് DRR ബിഫോർ 30th day ഓഫ് ഏപ്രിൽ. അതായത് ഏപ്രിൽ 30 മുൻപായിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് എന്താണ് ഒരു പെർസെൻറ്റേജ് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യണം. എൻഡിങ് ഓൺ ദി 31st day മാർച്ച് നെക്സ്റ്റ് ഫോളോയിങ് ഇയർ ഇൻ എനി വൺ ഓർ മോർ ഫോളോയിങ് മെത്തേഡ്. അതായത് ഒന്നുകിൽ ബാങ്കിലോ അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ എന്താണ് അൺഎൻക്യുംബേർഡ് സെക്യൂരിറ്റീസ് മെൻഷൻ അണ്ടർ സെക്ഷൻ 20 ഓഫ് ദി ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്. അതായത് ഈ ട്രസ്റ്റ് ആക്ടിലെ സെക്ഷൻ 20 വരുന്ന ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ബോണ്ടിൽ, ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ബോണ്ടിൽ, അത് എന്താണ് ഈ ട്രസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 20 പറയുന്നത്, അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആദ്യം തന്നെ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മാറ്റുന്ന എന്താണ് ജേണൽ എൻട്രിയാണിത്. ഇത് രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രിയാണ്. അത് എന്താണ് ഡിബഞ്ചറിൻ്റെ 15% ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇത് സെയിൽ ചെയ്യുമ്പോൾ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ജേണൽ എൻട്രിയാണിത്. അത് കഴിഞ്ഞിട്ട് ഫോർ എമൗണ്ട് ഡ്യൂ ഓൺ ഡിബഞ്ചർ, പിന്നെ ഇത് ഡിബഞ്ചർ എമൗണ്ട് ഡ്യൂ ആവുന്നതും പിന്നെ ഇത് എന്താണ് ഇത് റിഡീം ചെയ്യുന്നതും. അവസാനം നമ്മൾ ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. അത് ജനറൽ റിസർവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മെല്ലെ ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ലിമിറ്റഡ് ആസ് ഔട്ട്സ്റ്റാൻഡിംഗ് 10,000 15% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ഇഷ്യൂഡ് ഓൺ 1st October 2012 ഡ്യൂ ഫോർ റിഡംഷൻ. അതായത് ആൽഫ ലിമിറ്റഡിൻ്റെ അടുത്ത് 10,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. 10,000 ഡിബഞ്ചേഴ്സ് ഉണ്ട് ആൽഫ ലിമിറ്റഡിൻ്റെ അടുത്ത്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപയാണ്. ഓക്കെ, അപ്പോൾ 10 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് കയ്യിൽ കിടക്കുന്നുണ്ട്. അത് എന്നാണ് ഡേറ്റ്, എന്നാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 1st October 2012 ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് 15%. ഇത് ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളിവിടെ നോക്കില്ല. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ജേണൽ എൻട്രി തയ്യാറാക്കില്ല. ജേണൽ എഴുതുമ്പോൾ ഡിബഞ്ചറിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് എഴുതുന്നല്ലാണ്ട്, ഈ റേറ്റ് എഴുതുന്നല്ലാണ്ട് ഇൻട്രസ്റ്റിന് വരുന്ന ജേണൽ എൻട്രി വരുന്ന കണക്കുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് എന്നാ റിഡീം ആവുന്നതെന്ന് വെച്ചാൽ 2017 ഇത് റിഡീം ആവുന്നത്. ഓക്കെ, അപ്പോൾ 2017 ആകുമ്പോഴേക്കും 25% ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് എന്ത് വരണം, എമൗണ്ട് വരണം. ഓക്കെ, അതിനെ കുറിച്ചിട്ടൊന്നും പറയണില്ല. അപ്പോൾ അവർക്ക് ഈ 17 ആകുമ്പോഴേക്കും വരണം. അപ്പോൾ 2016 ആകുമ്പോഴേക്കും 17, അതായത് ആ വർഷം ആകുമ്പോഴേക്കും 25% എന്ത് വരണം, ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് വരണം. നമ്മൾ പിന്നെ വേറെ സാധനം കൂടി കണ്ടിട്ടുണ്ടായിരുന്നു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഈ കമ്പനി, അതായത് മറ്റൊരു തേർഡ് പാർട്ടിയിലേക്ക്, അതായത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ കമ്പനി എന്ത് ചെയ്യുക, ഈ ഡിബഞ്ചറിൻ്റെ 15% എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക മറ്റൊരു കമ്പനിയിലേക്ക്. അത് ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് അനുശാസിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ചെയ്തിരിക്കണം നമ്മൾ.
എത്ര ചെയ്യേണ്ടത്? ഇത് എത്ര ചെയ്യേണ്ടത്? ഇത് 15%. ഓക്കെ, 15% ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സമയത്തിനുള്ളിൽ വരണം? അത് 2017 ഈ ഡിബഞ്ചർ എന്നാ റിഡീം ചെയ്യുന്നത് മാർച്ച് 31. ഇത് റിഡീം ചെയ്യുന്നത് 31/3/2017. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ സംഗതികളൊക്കെ ഇതും എന്ത് വേണം? കമ്പനിയുടെ അടുത്ത് വേണം. ഓക്കെ, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? റിഡീം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ അതിൻ്റെ ജേണൽ എൻട്രീസിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ജേണൽ എൻട്രി ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ഡേറ്റ് എന്ന് വെച്ചാൽ 31/3/2016. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈ ഒരു അക്കൗണ്ടിലേക്ക് എത്ര വരണം? മിനിമം 25% എന്താണ് ഡിബഞ്ചറിന് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടുന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കൂടി എഴുതുക. കാരണം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കമ്പനീൻ്റെയോ പാർട്ണർഷിപ്പിലൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരും. അത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്, പക്ഷേ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില മാറ്റി വെക്കുന്ന തുകകൾ, പ്രോഫിറ്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന തുകകൾ ആദ്യം തന്നെ ഈ അപ്രോപ്രിയേഷനിൽ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നിന്ന് നമ്മുടെ ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണ്? ഡിബഞ്ചറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 10 ലക്ഷമാണ്. അപ്പോൾ ഈ 10 ലക്ഷത്തിൻ്റെ 25%, 2,50,000 മാറ്റി വെക്കുക. ഓക്കെ, 2,50,000 എങ്ങോട്ടാണ് മാറ്റുന്നത്? ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 2,50,000. നറേഷൻ എഴുതുക. ക്രിയേഷൻ ഓഫ് DRR ആസ് പെർ റൂൾ 18 സബ്സെക്ഷൻ 7. എത്ര ശതമാനമാണ്? 25%. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എന്താണ്? അപ്പോൾ നമ്മൾ വർഷം അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഇത് നമ്മൾ മാറ്റി വെച്ച് നമ്മളെ പ്രോഫിറ്റിൽ നിന്ന്. അത് ഗവൺമെൻറ് നമ്മളോട് പറയുന്നതാണ്, കമ്പനീസ് ആക്ട് 2013 പ്രകാരം. ഓക്കെ, ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കണം. നമ്മളെ കയ്യിൽ ഈ റിസർവിലൊരു 25% വേണം. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 30 മുൻപായിട്ട്, 2016 ഏപ്രിൽ 30 മുൻപായിട്ട് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒരു 15% മാറ്റി വെക്കണം. കമ്പനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒരു 15%, അതൊരു അതായത് ഒരു തേർഡ് പാർട്ടി, ഒരു എക്സ്റ്റേണൽ ഒരു ഔട്ട്സൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതും നമ്മൾ ചെയ്തിരിക്കണം. എത്ര ചെയ്യണം? 15%, അതായത് ഡിബഞ്ചറിന് 15%. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ എത്രയാണ് ഇവിടെ? 10 lakh. അതിന് 15% എത്രയാണ്? 1,50,000. ഓക്കെ, അപ്പോൾ ഡേറ്റ് ചെയ്ത 30, അതായത് 30 ഏപ്രിലിന് മുൻപായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 29/4/2016 ചെയ്യാനുള്ളത് എഴുതുക. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഇവിടെ സ്പേസിൽ അതിൻ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 1,50,000 ടു ബാങ്ക് അക്കൗണ്ട് 1,50,000. ഓക്കെ, എഴുതുക. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് 15%. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും നമ്മൾ മാറ്റി വെച്ചു ഓൾറെഡി. ഇനി നമുക്ക്
റിഡംഷൻ എന്നാ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് റിഡംഷൻ വരുന്നത് 31 മാർച്ച് 2017 ഇനി നമുക്ക് ആ ദിവസം വരുമ്പോൾ എന്താണ് ഈ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചെടുക്കാൻ വേണം, എന്താണ് പിന്നെ അത് റിഡീമും ചെയ്യണം. അപ്പോൾ റിഡീം ചെയ്യുന്ന നേരത്തെ അപ്പോൾ 31/3/2017 അതായത് ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്താണ് തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എഴുതുക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 1,50,000 ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 1,50,000. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ എഴുതുക ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ DRRI എന്ന് എഴുതിയാൽ മതി, റിയലൈസ്ഡ്. അത് നമ്മൾ കൊടുത്തിട്ട് കാശ് തിരിച്ചു വാങ്ങി. കാര്യം എന്താണ് നമുക്ക് റിഡംഷൻ ചെയ്യാനുള്ള ടൈമായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതേ സെയിം ഡേറ്റ് 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് ഡിബഞ്ചേഴ്സിന് കൊടുക്കാനുള്ളത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്രയാണ് കൊടുക്കാനുള്ളത്? 10 lakh ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 10 lakh ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 10 lakh. ഓക്കെ, നറേഷൻ എഴുതുക amount due on debentures. അത് കഴിഞ്ഞിട്ട് സെയിം ഡേറ്റ് നമ്മളെന്താണ് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കാശ് കൊടുക്കുക. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കാശ് കൊടുക്കുക. ലാസ്റ്റ് ജേണൽ എൻട്രി ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ₹10 lakh ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഡേറ്റിനാണ് നമ്മൾ റിഡംഷൻ ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുൻപായിട്ട് ഗവൺമെൻറ്റിൻ്റെ എന്താണ് അനുശാസിച്ചിട്ടുണ്ട്, എന്താണ് നമുക്കൊരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് വേണമെന്നും, അതായത് എന്താണ് ഈ ഒരു വർഷം വരുന്നതിനെക്കാട്ടി മുൻപായിട്ട്. അതേപോലെ തന്നെ എന്താണ് 2016 ഏപ്രിൽ 30 മുൻപായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ഏത് വർഷമാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്? നമ്മൾ റിഡീം ചെയ്യുന്നത് 31/3/2017. ഏത് സാമ്പത്തിക വർഷം അത് വരുന്നത്? 1/4/2016 31/3/2017 ഈ സാമ്പത്തിക വർഷമാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്, അതായത് ഈ ഡേറ്റിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റിന് മുൻപായിട്ട് എന്ത് വരണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 25%, ഡിബഞ്ചറിൻ്റെ 25%എങ്കിലും ഈ ഒരു അക്കൗണ്ടിൽ കിടക്കണം. അതേപോലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒരു 15% കിടക്കണം. പക്ഷെ അത് അതായത് ഏപ്രിൽ 1 മുൻപല്ല, ഏപ്രിൽ മാസത്തിന് മുൻപായിട്ട്, അതായത് ഏപ്രിൽ 29 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഡേറ്റിന് പോയിട്ട് എന്ത് ചെയ്യുക? റിഡീം ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ അത് രണ്ടും ചെയ്ത് വെച്ചു. അതിന് ശേഷം എന്താണ് പിന്നെ ഈ ഡേറ്റിന് വന്നപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് വാങ്ങി, അതേപോലെ കാശ് തിരിച്ചു കൊടുത്തിട്ട് കാശ് വാങ്ങി. ഇത് രണ്ടും നമ്മളെ റിഡംഷൻ്റെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്യാൻസലും ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ റിഡീം ചെയ്ത് കഴിഞ്ഞ് ഇനി ക്യാൻസൽ ചെയ്യാൻ ഇതേ സെയിം ഡേറ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ സെയിം ഡേറ്റിന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പിന്നെ ക്യാൻസൽ ചെയ്യണം. നമ്മൾ റിഡംഷൻ കഴിഞ്ഞു, ഇനി ഇത് കൈവശം വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എങ്ങോട്ട് മാറ്റുക? ജനറൽ റിസർവിലേക്ക് മാറ്റുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് മാറ്റിവെച്ച തുക നമുക്ക് ഈ ഒരു അക്കൗണ്ട് കിടക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ജനറൽ റിസർവിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അതിനുകൊണ്ട് ഇതിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ.